വെൽക്കം ബാക്ക്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ മാത്രം അത്ര വീഡിയോസൊന്നും ഇതിലില്ല. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിരുന്നു, അതൊന്ന് റിസീവ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കോൺസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പറ്റിയ ഒരു ക്യാപ്ഷൻ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ ഞാൻ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ടതാണ്. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിന് ബഖൂർ എന്ന് പറയും. നമ്മൾ വീട്ടിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. ഇതിലൊരു ചെറിയ ബുക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവരെങ്ങനെ ഈ ഫ്രാഗ്രൻസസ് ഇവിടെ ഇന്ത്യയിൽ എത്തിച്ചു അങ്ങനത്തെ ഒക്കെ കുറേ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രാഗ്രൻസിൻ്റെ അതിൻ്റെ സ്മെൽസ് ടൈപ്പ് ഓഫ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലൊരു റോസ് വുഡിൻ്റെ ഒരു അത്തറുണ്ടായിരുന്നു. ഇതിൽ 4 to 5 ടൈപ്സ് ഓഫ് സ്മെൽസ് ഉണ്ടായിരുന്നു. അതിൽ 3 പാക്കറ്റ്സ് ആണ്, അപ്പോൾ ടോട്ടൽ 30 പാക്കറ്റ് വീതമാണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെഷീൻ വാങ്ങിക്കാൻ പറ്റും. ആ ഒരു കോപ്പറിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്താലും നല്ല സ്മെല്ലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചാർക്കോൾ വാങ്ങിയിട്ടും നോർമലായിട്ട് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ, നമ്മൾ ഗേൾസിന് ഈ കിച്ചണിൽ കയറുമ്പോൾ ഒരു ആസ്തറ്റിക് കിച്ചൺ വൈബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഗ്ലാസ് കണ്ടെയ്നറാണ്, അപ്പോൾ അത് കുറച്ച് കോസ്റ്റ് കൂടിയപ്പോൾ ഇത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നേഴ്സാണ്. ഇതിൽ നമുക്ക് ടീ, ഷുഗർ, കോഫി അങ്ങനെ കിട്ടും. ഇത് മെറ്റൽ കണ്ടെയ്നേഴ്സാണ്. നമുക്കൊരു 600 ഗ്രാമിൻ്റെ അത്രത്തോളം നമുക്കിതിൽ ഷുഗർ ആൻഡ് പൗഡേഴ്സ് കൊള്ളും. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു ബുക്സായിട്ട്. എനിക്ക് ബുക്സ് റീഡിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടിയെന്ന് പറഞ്ഞപ്പോൾ ആളെനിക്ക് കുറച്ച് ബുക്സ് സജസ്റ്റ് ചെയ്തിരുന്നു, അപ്പോൾ അത് തരാൻ വേണ്ടി വന്നതാണ്. സോ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇതൊരു സ്റ്റാൻഡാണ്, നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കണം. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ പരിപാടിയാണ്. ആദ്യം വിചാരിച്ചതിന് അവർ വെറും സ്ക്രൂ മാത്രം തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഈ വർക്കിംഗ് ടൂൾസൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷോ കാണിച്ചതാണ്. പിന്നെ മനസ്സിലായി അവർ തന്നെ എല്ലാ പ്രോഡക്റ്റും തന്നിട്ടുണ്ടാവും. സ്ക്രൂവും പിന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ടൂളും തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അതിൽ കാണിച്ച പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. എന്നാൽ ഞാൻ പോയി സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. എനിക്ക് ഹെന്ന കോൺസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള പേസ്റ്റാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഈ മെഷർമെൻറ്റ്സ് കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ ഒരു 100 ഗ്രാംസ് വെച്ചാണ് മിക്സ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ഒരാൾ എനിക്ക് 2 കോൺസ് ചോദിച്ചാലും ഈ ഒരു 100 ഗ്രാംസ് എടുക്കുള്ളൂ, 10 കോൺസ് ചോദിച്ചാൽ ഈ ഒരു 100 ഗ്രാംസ് എടുക്കുള്ളൂ. അങ്ങനെ കുറേ പേസ്റ്റ് വേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റായി വന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ പിന്നെ കറക്ഷൻസ് ഒക്കെ അറിഞ്ഞത്. ഇപ്പോൾ ഒരു 2 കോൺ ചോദിച്ചാലും അതിൻ്റെ ഒരു മെഷർമെൻറ്റ്സിൽ ഞാൻ മിക്സ് ചെയ്ത് വെക്കാറുള്ളൂ. അതാകുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, പേസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്, അത്ര വേസ്റ്റേജുമില്ല. അപ്പോൾ പേസ്റ്റ് ഡൈ റിലീസായി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ പോയി കോൺസ് ആക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.